The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi children, how are you all? I hope you all are safe, having healthy food, exercising, listening to your parents and reading your books. So today we are back to our English class. First of all, let me ask you one thing. What do you mean by good habits? Good habits are those habits which makes us good child. Do you have any good habits? In the previous class, Reja teacher taught us some of the good habits. Do you remember those things? Yes? What are they? Yes, we must wake up early in the morning, as well as we should brush our teeth twice a day. How many times? 2 times. Morning and at night before we go to bed. Then what else? Yes, we should take a bath daily at morning, right? Then we should wear clean clothes, isn't it? These are the things we learned in our previous class. Here we have some more good habits that we must follow in our daily life. Shall we move to it? The first one is we must eat healthy food. We should not skip our breakfast. നമ്മൾ എന്താ ചെയ്യേണ്ടേ? We should eat healthy food. നമുക്ക് നല്ല ഹെൽത്ത് തരുന്ന നല്ല ഫുഡ് വേണം നമ്മൾ കഴിക്കാനായിട്ട്, അല്ലേ? ഫ്രൈഡ് ഫുഡ് കഴിക്കാവോ? ജങ്ക് ഫുഡ്സ് കഴിക്കാൻ പാടില്ല. We should not eat junk foods. We should eat healthy food, right? You should not skip breakfast. Breakfast എന്ത് ഫുഡാ? It's our brain food. നമ്മുടെ brain food ആണ് breakfast. So we should not skip our breakfast. And we should drink plenty of water. And the second one is should play outdoor games. Outdoor means what? Last class Reja teacher ഒരു കാര്യം പറഞ്ഞു തന്നിരുന്നു, ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഗെയിംസ് എന്നല്ലേ. ഇൻഡോർ ഗെയിംസ് മീൻസ് ചെസ്, ക്യാരംസ്, ഇതെല്ലാം എന്താണ്? ഇൻഡോർ ഗെയിംസ് ആണ്, നമ്മുടെ വീട്ടിനകത്ത് കളിക്കാൻ പറ്റുന്ന ഗെയിംസ് ആണ്. ബട്ട് വി ഷുഡ് പ്ലേ ഔട്ട്ഡോർ ഗെയിംസ്. ഔട്ട്ഡോർ ഗെയിംസ് മീൻസ് വാട്ട്? നമ്മളിങ്ങനെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ക്യാച്ച് ആൻഡ് ക്യാച്ച് കളിക്കാറില്ലേ? സോ അറ്റ് ദാറ്റ് ടൈം വി യൂസ് ടു റൺ, അല്ലേ? നമ്മൾ ഓടി കളിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ ഔട്ട്ഡോർ ഗെയിംസ് കളിക്കാനായിട്ട് മാക്സിമം നോക്കണം. ഇറ്റ് കീപ്സ് us healthy. So the next good habit is we should use magic words like please and thank you. നമ്മൾ എന്തെങ്കിലും ആരോടെങ്കിലും സംസാരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം? പ്ലീസ്. അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റോ ചോക്ലേറ്റ്സ് ഒക്കെ തന്നാൽ നമ്മൾ എന്ത് പറയാം? വി ക്യാൻ യൂസ് താങ്ക് യു. ദീസ് ഓൾ ആർ മാജിക് വേർഡ്സ്. ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ? ദീസ് ആർ ഗുഡ് ഹാബിറ്റ്സ്. ഇതെല്ലാം നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട വേർഡ്സ് ആണ്. ഓക്കെ. ആൻഡ് ദ ഫോർത്ത് ഗുഡ് ഹാബിറ്റ് ഈസ് ഷെയർ യുവർ തിങ്സ്. നമുക്ക് എന്തെങ്കിലും സാധനം ഇപ്പോൾ വീട്ടിലാണെങ്കിൽ അച്ഛനോ അമ്മയോ നമുക്ക് എന്തെങ്കിലും കൊണ്ടുവന്നാൽ ആ സമയത്ത് നമ്മളെ നെയ്ബേഴ്സ് ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ അവർക്ക് നമ്മളത് ഷെയർ ചെയ്യണ്ടേ? ഇപ്പം നമ്മളത് കസിൻസോ അല്ലെങ്കിൽ നമ്മുടെ സിബ്ലിങ്സ് ആരായാലും നമ്മൾ അവർക്കതെല്ലാം ഷെയർ ചെയ്യേണ്ടതല്ലേ? സോ വി ഷുഡ് ഷെയർ അവർ തിങ്സ് വിത്ത് അതേഴ്സ്. നമ്മളുടെ കയ്യിൽ എന്തുണ്ടെങ്കിലും അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. വി ഷുഡ് ഷെയർ വിത്ത് അതേഴ്സ്.
And the last one is sleep on time. ഈ കൂട്ടത്തിൽ കുറേ പേരുണ്ടല്ലേ, ഒരുപാട് ലേറ്റായിട്ട് കിടന്നുറങ്ങുന്നവർ ഇല്ലേ? ഈസ് ഇറ്റ് ഗുഡ്? ഇത് നമ്മുടെ ഹെൽത്തിന് നല്ലതാണോ? ഈസ് ഇറ്റ് എ ഗുഡ് ഹാബിറ്റ്? ഗുഡ് ഹാബിറ്റ് ആണോ? നോ, ലേറ്റായിട്ട് കിടന്നുറങ്ങാൻ പാടില്ല. വി ഷുഡ് സ്ലീപ്പ് ഏർലി അല്ലേ? ബിഫോർ 9 യു ചിൽഡ്രൻ മസ്റ്റ് സ്ലീപ്പ്. 9 മണിക്ക് മുൻപ് എല്ലാവരും സ്ലീപ്പ് ചെയ്യണം. അതുപോലെ ഡിന്നർ കഴിക്കേണ്ട സമയം എത്രയാ? 7 to 8 മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഡിന്നർ കഴിച്ച് 9 o'clock ആകുമ്പോഴേക്കും സ്ലീപ്പ് ചെയ്യണം. ഓക്കെ, വി ഷുഡ് സ്ലീപ്പ് early. So now we have learned about some of the good habits that we must follow. So my dear children, be good children and you must follow all these good habits. Will you follow it? Yes, I know you will. So now let us move to our fourth story. Yes, this is our fourth story book and this is the cover page of our story. So what all the things can you see in this picture? Yes, we can see sun, can see a girl, right? And a boy. Here one parrot, shoe. Then what else? You must find out the other things what we can see in this picture. Okay? So shall we read the title of our story? Shall we read it? Okay, take your point finger and keep it on your cover page and read the title of our story. Wake up, Paddy. Wake up, Paddy. So the title of our story is Wake Up, Paddy. So now children, open your book and turn to the first page. Who do you see in this picture? ഈ പിക്ചറിൽ ആരെയാ കാണുന്നേ? Yes, we can see a girl. So what is her name? Her name is Paddy. Where is she? Where is Paddy now? Yes, ഗാർഡനിലാണല്ലേ. പാരി എവിടെയാണ്? She is in garden. What all the things can you see in this picture? We can see Paddy. Then what else? You can see many flowers, bees. നമ്മൾ ലാസ്റ്റ് സ്റ്റോറിയിൽ പഠിച്ചു അല്ലേ, ഹണി ബീ അല്ലേ? നമ്മുടെ തരുണിനെ സ്റ്റിങ് ചെയ്തത് ആരാ? ദീസ് ബീസ് ആണല്ലേ. യെസ്, സോ ദീസ് ആർ ബീസ്. Can see tree and you must find out the other things that we see in this picture. Okay? What colors do you see in this picture? ഈ പിക്ചറിൽ ഏതൊക്കെ കളേഴ്സ് കാണുന്നുണ്ട്? Yes, we can see yellow, blue, red and so on. പിന്നെയും ഒരുപാട് കളേഴ്സ് ഇതിൽ കാണുന്നുണ്ട് അല്ലേ? Okay children, now move to the next page. Who do you think is the other person in this picture? ഈ പിക്ചറിലുള്ള ഈ വേറെ ആളാരാ? Do you think they are friends? ഇവർ ഫ്രണ്ട്സ് ആണെന്ന് തോന്നുന്നുണ്ടോ? Yes, they are friends. Right? Here are Paddy is sitting in his hand. അല്ലേ? So here the name of the boy is Laddu. What is his name? Laddu. He's a giant. Okay, he's a giant. Now children, move to the next page. See, where are the two of them now? ഇപ്പോൾ ഇവർ രണ്ടുപേരും പാരിയും ലഡ്ഡുവും എവിടെയാ? Are they inside the house or outside the house? Yes, they are inside the house. Right? What are they looking at? എന്തിലാ നോക്കുന്നേ? Yes, they are looking at the calendar. Calendar means what? നമുക്ക് ഡേ ടു ഡേ ഉള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എപ്പോഴാണ് സ്കൂൾ തുറക്കുക, എന്നാണ് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, അങ്ങനെ ഡേറ്റും ഡേയും
എല്ലാം അറിയാനായിട്ട് നമ്മൾ എന്തിനാണ് നോക്കാറുള്ളത്? ദാറ്റ് ഈസ് ഇൻ കലണ്ടർ. ഓക്കെ, കലണ്ടറിലാണ് നമുക്ക് ഡേ, ഡേറ്റ്, എവറിത്തിങ് വി ക്യാൻ നോ ബൈ calendar. Okay, now children, move on to the next page. Yes, what time of the day do you think it is? ഇത് ഡേ ആണോ നൈറ്റ് ആണോ? എന്താ തോന്നുന്നേ? Here we can see a moon, right? Here our Laddu is sleeping, so it is day or night? Yes, it is night. At night we can see moon, right? മൂണിനെ നമ്മൾ എപ്പോഴാണ് കാണുക? സ്കൈയിൽ എപ്പോഴാണ് കാണുന്ന സമയം? യെസ്, ഇറ്റ് ഈസ് എ നൈറ്റ്. ഡേ ടൈമിൻ്റെ സ്കൈയിൽ ആരെ കാണുക? വി ക്യാൻ സീ സൺ, റൈറ്റ്? സോ ദിസ് ഇസ് നൈറ്റ് ടൈം. വാട്ട് ഈസ് ഹി ഡൂയിങ് ഹിയർ? ലഡ്ഡു എന്താ ഇവിടെ ചെയ്യുന്നത്? ഹി ഈസ് sleeping. See, what do you see on the table next to him? അടുത്തുള്ള ടേബിളിൽ എന്തൊക്കെ കാണുന്നുണ്ട്? Yeah, we can see a clock. See the time, it is 8 o'clock. And we can see glass. So here our Laddu is sleeping. The time is 8 o'clock and here we can see moon. So it is night time. Okay, now children, turn to the next page. See here, what is she doing? ഇവിടെ പാഡി എന്താ ചെയ്യുന്നേ? Yes, she is in the wonder world, right? She is still flying and enjoying the beauty, right? What animal do you see in this picture? What all animals you can see in this picture? Yes, we can see owl. What is this? Owl. Owl means what? മൂങ്ങ. മലയാളത്തിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ മൂങ്ങ? That is this. Okay? This is owl. See the eyes of owl? ഈ അനിമൽസിൻ്റെ ഒക്കെ ഐസ് ഇല്ലേ നൈറ്റ് ടൈമിൽ ഷൈൻ ചെയ്യും. See what the other one it is? See? ഇതിൽ വേറെ ഏത് അനിമലിനെ കാണുന്നേ? വി ക്യാൻ സീ ബാറ്റ്. ബാറ്റ് എന്ന് വെച്ചാൽ എന്താ? വവ്വാൽ. ഓക്കെ, വവ്വാലിനെയാണ് ബാറ്റ് എന്ന് പറയാം. സീ ദ ഐസ് ഓഫ് ബാറ്റ്, ഇറ്റ്സ് ഓൾസോ ഷൈനിങ്. ആൻഡ് ഹിയർ വി ക്യാൻ സീ നൈറ്റിംഗിൾ, റൈറ്റ്? മിന്നാമിൻ ഇങ്ങനെ കാണുന്നുണ്ടോ? യെസ്. സോ വി ക്യാൻ സീ ദീസ് ആനിമൽസ് അറ്റ് നൈറ്റ്. ഓക്കെ, now move on to the next page. Is it morning now? Is it? What makes you say that? എന്തുകൊണ്ടാണ് ഇത് മോർണിംഗ് ആണെന്ന് പറയണേ? Yes, we can see sun. നൈറ്റ് ആയിരുന്നപ്പോൾ ഇവിടെ ആരുണ്ടായിരുന്നേ? യെസ്, മൂൺ ആയിരുന്നു അല്ലേ? ഇപ്പം ആര് വന്നു? സൺ. Do you think he is happy to wake up? ലഡു ഹാപ്പി ആണോ? മോർണിംഗ് ഏർലി മോർണിംഗ് വേക്കപ്പ് ചെയ്യാൻ ലഡു ഹാപ്പി ആണോ? ഡു യു തിങ്ക്? യെസ്, ഹി ഈസ് ഹാപ്പി, റൈറ്റ്? ഡു യു ലൈക്ക് ടു വേക്കപ്പ് ഏർലി? നിങ്ങൾക്ക് ഇഷ്ടമാണോ ഏർലി മോർണിംഗ് വേക്കപ്പ് ചെയ്യാൻ? ഇഷ്ടമാണോ? ചിലർക്ക് ഇഷ്ടമാണ്, ഗുഡ് ചിൽഡ്രൻ. ബട്ട് ചില കുട്ടികളുണ്ടല്ലേ ലേറ്റായിട്ട് വേക്കപ്പ് ചെയ്യുന്നവർ അല്ലേ? അങ്ങനെ ലേറ്റായിട്ട് വേക്കപ്പ് ചെയ്യാനായിട്ട് പാടില്ല. വി ഷുഡ് വേക്കപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ഓക്കെ, നൗ ചിൽഡ്രൻ, ടേൺ ടു ദ നെക്സ്റ്റ് പേജ്. See, where is he going? Is he ready for school? Yes, he's ready for school. Right? Does he look clean? ലഡ്ഡു ക്ലീൻ ആയി തോന്നുന്നുണ്ടോ? യെസ്, നല്ല കുട്ടിയെ രാവിലെ എണീറ്റ് കുളിച്ച് ബ്രഷ് ചെയ്ത് എല്ലാം ചെയ്ത് ഹീസ് ക്ലീൻ ആൻഡ് ഹീസ് റെഡി ഫോർ സ്കൂൾ. റൈറ്റ്? വാട്ട് ഡു യു തിങ്ക് ഇസ് ഇൻ ഹിസ് ബാഗ്? ലഡുവിൻ്റെ ബാഗിനകത്ത് എന്താണെന്ന് തോന്നുന്നേ? യെസ്, ബുക്സ് അല്ലേ? നമ്മൾ സ്കൂളിലോട്ട് പോകുമ്പോൾ ബാഗിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? വിൽ ടേക്ക് അവർ ബുക്സ്
water bottle, snacks box and lunch box, right? Yes. Now children, move on to the next page. See children, what is she doing here? Do you think she is waking up late? Yes, still she is sleeping, right? ഇത്ര വെളിച്ചായിട്ടും പാരി എന്താ ചെയ്യുന്നേ? She is sleeping. See? Are you people like this? പാരിയെ പോലെയാണോ നിങ്ങൾ? ആണോ? We should wake up early in the morning. ഇതുപോലെ കിടന്നുറങ്ങാൻ പാടില്ല കേട്ടോ. Okay? Now, turn to the next page. See here. ഇപ്പം എന്തായി? Wake up, Parry. Parry എന്ത് ചെയ്തു? She woke up. എണീച്ചല്ലേ? Yes. Okay, now see to the next page. See children? Now it's morning time. What do you see falling from the leaf? ഈ ലീഫിൽ നിന്ന് എന്താ ഫോൾ ആവുന്നേ? Yes, it is a drop of water. വാട്ടർ ആരെങ്കിലും വേസ്റ്റ് ചെയ്യുന്നുണ്ടോ? പ്രീവിയസ് ക്ലാസ്സിൽ റീസ ടീച്ചർ പറഞ്ഞിരുന്നല്ലേ, യു ഷുഡ് നോട്ട് വേസ്റ്റ് വാട്ടർ വേസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു അല്ലേ? യെസ്, യു ഷുഡ് നോട്ട് വേസ്റ്റ് വാട്ടർ. ഓക്കെ, നൗ ചിൽഡ്രൻ ടേൺ ടു ദ നെക്സ്റ്റ് പേജ്. സീ ഹിയർ, വാട്ട് ഈസ് ഹി ഡൂയിങ്? ഹി ഈസ് റെഡി ടു ബ്രഷ് അല്ലേ? ലഡു എന്ത് ചെയ്യാൻ പോവാ? ബ്രഷ് ചെയ്യാനായിട്ട് പോവാണല്ലേ? യെസ്, യു ഷുഡ് ബ്രഷ് യുവർ ടീത്ത് twice a day. Okay, you must follow these rules. Okay children, now move to the next page. See here, do you think she's ready? ഇപ്പം റെഡി ആണെന്ന് തോന്നുന്നുണ്ടോ പാരി? What does she needs to do? ഇനി എന്താ ചെയ്യണ്ടേ? പാരിക്ക് റെഡി ആവാൻ ഇനി എന്തൊക്കെ ചെയ്യണം? Yes, she should comb her hair. ഹെയർ കോം ചെയ്യണം അല്ലേ? കുളിച്ച് റെഡിയായിന്ന് വെച്ചാൽ നമ്മൾ എന്ത്? What do you see here? ഇവിടെ എന്താ കാണുന്നേ? Why is she cutting her nails? എന്തിനാണ് ഇവിടെ നെയിൽ കട്ട് ചെയ്യുന്നത്? യെസ്, നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ടച്ച് ചെയ്യുമ്പോൾ എന്താവും? നമ്മുടെ നെയിലിനിടയിൽ ഡേർട്ടെല്ലാം കയറും അല്ലേ? ചളിയെല്ലാം കയറുമ്പോൾ നമ്മളത് ഫുഡ് കഴിക്കുന്ന സമയത്ത് എന്താവും? ഇതെല്ലാം നമ്മുടെ സ്റ്റൊമക്കിൽ പോവും. അങ്ങനെ നമുക്ക് അസുഖങ്ങൾ വരും, പിന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആവും അല്ലേ? അതുകൊണ്ട് വി ഷുഡ് ക്ലിപ്പ് അവർ നെയിൽസ്. ഓക്കെ, എന്ത് ചെയ്യണം? വി ഷുഡ് ക്ലിപ്പ് അവർ നെയിൽസ് ആൻഡ് വി ഷുഡ് വിയർ ഷൂസ്. നല്ല ക്ലീൻ ആയിട്ടുള്ള ഷൂസൊക്കെ ഇട്ടിട്ട് വേണം നമ്മൾ എങ്ങോട്ട് പോവാൻ? ടു സ്കൂൾ, റൈറ്റ്? നൗ move on to the next page. See, ടീച്ചർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അല്ലേ, ബ്രേക്ക്ഫാസ്റ്റ് എന്താ? ഇറ്റ്സ് അവർ ബ്രെയിൻ ഫുഡ്. നമ്മളുടെ ബ്രെയിനിൻ്റെ ഫുഡാണ് നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ്. സോ യു ഷുഡ് നോട്ട് സ്കിപ്പ് ബ്രേക്ക്ഫാസ്റ്റ്. സീ ഹിയർ, വാട്ട് പാരി ഈസ് ഈറ്റിംഗ്? ഷീ ഈസ് ഈറ്റിംഗ് ആപ്പിൾ. ആപ്പിളാണ് കഴിക്കുന്നല്ലേ? വാട്ട് ഡു യു ഹാവ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്? നിങ്ങളിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്താ കഴിച്ചിരുന്നേ? ഓക്കെ ഓക്കെ. വാട്ട് ഫുഡ് ഡു യു ലൈക്ക് ടു ഹാവ്? ഏത് ഫ്രൂട്ട് കഴിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടം? ലൈക്ക് ആപ്പിൾ, ഓറഞ്ച്, ബനാന, പൈനാപ്പിൾ. അപ്പോൾ എല്ലാവർക്കും ഡിഫറെൻറ്റ് ഫ്രൂട്ട്സ് കഴിക്കാനാണ് ഇഷ്ടം അല്ലേ? സോ ഡെയിലി യു മസ്റ്റ് ഈറ്റ് അറ്റ്ലീസ്റ്റ് വൺ ഫ്രൂട്ട്. സോ മൈ ഡിയർ ചിൽഡ്രൻ, you should not skip your breakfast and you should eat fruits. Okay? Now see to the last page. Do you think she's ready now? What makes you think that? Yes, now she's ready for school. Where do you think they two are going next? Yes, they are going to school. ഇപ്പം നമ്മുടെ ലഡുവും പാരിയും എങ്ങോട്ടാണ് പോകുന്നത്? They are ready for school. Now you have seen all the pictures in our storybook, haven't you? So now let us read the story in our
next class. Till then, bye.